34 സങ്കീർത്തനം 17 വാക്യം. വചനം ഇപ്രകാരം നമ്മോട് പറയുന്നു: നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഒരു വാഗ്ദാനം നൽകുക. നീതിമാനായിട്ട് പരമാവധി വിശുദ്ധിയിൽ പാപം ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ കർത്താവിന് വില കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെയുള്ള ഒരു വ്യക്തി സഹായത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ കർത്താവ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഓടിയെത്തും. ഇതൊരു വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമുക്ക് കാണാപ്പാഠം പഠിക്കാം. സാധിക്കുന്നിടത്തോളം നമ്മെ വിശുദ്ധീകരിക്കാൻ, ഏതെങ്കിലും തെറ്റുകൾ അറിയാതെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവയെ കണ്ടെത്തി പരിഹരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അവകാശം ഏറ്റവും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, വചനം ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തോട് പറയാം: ദൈവമേ, പരമാവധി വിശുദ്ധിയിൽ, പരമാവധി നീതിയിൽ, ആരെയും വേദനിപ്പിക്കാതെ സാധിക്കുന്ന നന്മ ചെയ്ത് ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. അങ്ങനെയുള്ള എൻ്റെ പ്രാർത്ഥന, അങ്ങനെയുള്ള എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഈശോയെ, സ്വർഗത്തിൻ്റെ സഹായം, സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുക തന്നെ വേണം. നമുക്ക് പറയാം, കർത്താവിന് വാക്കിൽ വിശ്വസ്തനാണ്. ഈ വാക്ക്, ഈ വാഗ്ദാനം എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പൂർത്തീകരിച്ചു തരണേ. എപ്രകാരം ദൈവത്തിൻ്റെ വചനം, ഈ വചനം കാണാപ്പാഠം പഠിച്ച് അത് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നൽകുന്ന വാഗ്ദാനം, ദൈവിക ഇടപെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബങ്ങളിലും പദ്ധതികളിലും ഉണ്ടാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.